എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ പഞ്ചാബിലാണ്. പഞ്ചാബിലെ അമൃത്സർ എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ പഞ്ചാബ് സംസ്ഥാനത്ത് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പട്ടണമാണ് അമൃത്സർ. അപ്പോൾ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ കാണാനാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. പാകിസ്ഥാനിൽ ലാഹോറിൽ നിന്ന് അമൃത്സറിലേക്ക് ഒരു 50 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു നല്ല ഒരു പഞ്ചാബുകാരുടെ ഒരു അടിപൊളി ഒരു അമ്പലമാണിത്, ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര വിമാനത്താവളവും ഇവിടെ അമൃത്സറിൽ തന്നെ പട്ടണത്തിൽ ഒരു 10 കിലോമീറ്റർ അകലെയാണ് ഈ അമൃത്സറിൽ നിന്ന് നമ്മളുടെ എയർപോർട്ടിലേക്ക്. സിഖ് മതവിശ്വാസികളുടെ പുണ്യസ്ഥലമാണ് ഈ അമൃത്സർ. ഇത് സുവർണ നഗരമെന്ന് ഇതിനെ അറിയപ്പെടുന്നു. പിന്നെ ഈ ഗോൾഡൻ ടെമ്പിൾ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിയാണ് നമ്മളുടെ ജാലിയൻ വാലാബാഗിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് നമ്മൾ ഗോൾഡൻ ടെമ്പിളിലോട്ട് പോകുന്നത്. ജാലിയൻ വാലാബാഗ് തൊട്ടടുത്താണ്. ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ പരിസരമൊക്കെ നല്ല ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ ചെല്ലുമ്പോൾ സിഖുകാരുടെ വിശ്വാസം അനുസരിച്ച് നമ്മളുടെ തലമുടി ഒട്ടും കാണാനൊന്നും പാടില്ല. അപ്പോൾ അതുകൊണ്ട് തലയിങ്ങനെ നന്നായിട്ട് മൂടി വയ്ക്കണം. അപ്പോൾ അവിടെ നിന്ന് ഒരു തുണി കിട്ടും. നമ്മളുടെ ഫ്രണ്ടിൽ ഒരു ബോക്സിൽ ആ തുണിയുണ്ട്. അപ്പോൾ അതെടുത്ത് നമുക്ക് മൂടാം. പക്ഷെ ഞങ്ങൾക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന് ഒരെണ്ണത്തിന് 10 രൂപയോ 15 രൂപയോ കണ്ടാണ് അവർ മേടിച്ചത്. അപ്പോൾ നമ്മളത് തലയിലൊക്കെ കെട്ടി നമ്മളുടെ മുടിയൊക്കെ നന്നായിട്ട് കെട്ടി ഒതുക്കിയതിന് ശേഷമാണ് നമ്മൾ ഗോൾഡൻ ടെമ്പിൾ കാണാൻ കയറുന്നത്. അപ്പോൾ നമ്മൾ ഇളയാൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല മുടി തലയിലേക്ക് അങ്ങനെ കെട്ടി വെക്കാൻ. അപ്പോൾ അത് കാരണം തന്നെ നമ്മളത് കെട്ടാത്തത് കൊണ്ട് തന്നെ അധികം നേരം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അവിടെ വരുന്ന പഞ്ചാബുകാരൊക്കെ നമ്മളോട് പറയായിരുന്നു കൊച്ചിൻ്റെ മുടി നന്നായിട്ട് കെട്ടിവെക്കെന്ന് പറഞ്ഞ്. അപ്പോൾ അവനാണെങ്കിലും സമ്മതിക്കണില്ല. അപ്പോൾ അത് കാരണം കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തില്ല. പക്ഷേ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ, ലൈറ്റിൽ ഗോൾഡൻ ടെമ്പിൾ കാണാൻ നല്ല മനോഹരമാണ്. നമ്മൾ രാവിലെയും കണ്ടായിരുന്നു, രാത്രിയും കണ്ടായിരുന്നു. രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സമയം ഉണ്ടായിരുന്നില്ല. നമ്മളവിടെ നമ്മളുടെ ജാലിയൻ വാലാബാഗ് കാണാൻ വന്ന് അത് കഴിഞ്ഞ് പെട്ടെന്ന് കണ്ടിട്ട് പോവുകയാണ് ചെയ്തത്. ഗോൾഡൻ ടെമ്പിൾ രാത്രി കണ്ടപ്പോൾ അതിൻ്റെ ഭംഗിയെന്ന് വെച്ചാൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഭയങ്കര ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ്. ലൈറ്റിട്ട് ഗോൾഡൻ ടെമ്പിൾ നമുക്ക് കാണാൻ. ചുറ്റും വെള്ളത്തിൻ്റെ നടുവിൽ ആണ് നമ്മളുടെ ഈ ഒരു ടെമ്പിൾ ഉള്ളത്. അപ്പോൾ നല്ല രസമായിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വെള്ളമൊക്കെ കുടിക്കാൻ കിട്ടും. പിന്നെ ഒരുപാട് പേരിങ്ങനെ കുറേ കുന്തം പോലത്തെ സാധനങ്ങളൊക്കെ പിടിച്ച് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് അത് കാണുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. കാരണം കൊച്ചാണെങ്കിൽ തലയിലും ഇത് മൂടിയിട്ടുമില്ല. അപ്പോൾ നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് ഇവരൊക്കെ വന്ന് പറയുന്ന കാരണം തന്നെ നമ്മൾ ഭയങ്കര ടെൻഷനിലായിരുന്നു. എന്നാലും നമ്മൾ അവിടെ ഫുള്ളായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഗോൾഡൻ ടെമ്പിളൊക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ കണ്ടു. അതിൻ്റെ വ്യൂ ഒക്കെ ശരിക്കും പറഞ്ഞാൽ നൈറ്റിൽ കാണാൻ നല്ല രസമാണ് കേട്ടോ. നമ്മൾ അട്ടാരി ബോർഡർ കണ്ടു. അത് കഴിഞ്ഞിട്ട് റൂമിൽ വന്നു, ഫ്രഷായി. അത് കഴിഞ്ഞിട്ട് ഒരു 11:30 സമയത്താണ് നമ്മൾ ഈ ഗോൾഡൻ ടെമ്പിൾ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഗോൾഡൻ ടെമ്പിൾ കാണാൻ വന്നിരിക്കുന്ന ആ സമയത്തുള്ള തിരക്ക് നോക്കി ഞങ്ങൾ കുറേ നേരം അവിടെ നമ്മളുടെ ആ തടാകം പോലെ ആ കെട്ടി വെച്ചിരിക്കുന്ന അതിൻ്റെ സൈഡിൽ ഒരുപാട് നേരം അവിടെ ഇരുന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം അതിൽ കാലൊക്കെ ഇട്ട് വെള്ളത്തിലൊക്കെ ഒന്ന് കളിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് യാത്രയാവുന്നത്. അവിടെ നമുക്ക് ഫുഡിൻ്റെ ആ ഒരു സെക്ഷനാണ് ഇത്. ഫുഡ് എല്ലാ ടൈമിലും അവിടെ ഫുഡ് ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് അവിടെ കഴിക്കാനൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ ഓൾറെഡി ഹോട്ടലിൽ നിന്ന് കഴിച്ചത് കാരണം തന്നെ നമ്മൾ പിന്നീട് ഇതിൽ നിന്ന് നമ്മളിവിടെ വന്നിട്ട് കഴിച്ചില്ല. ഇവിടുത്തെ ഫുഡ് പ്രത്യേകതയുണ്ട് കേട്ടോ. ഇവിടുത്തെ ഫുഡ് നല്ല നെയ്യിലൊക്കെ ഇട്ട് ഉണ്ടാക്കിയിരിക്കുന്ന നല്ല അടിപൊളി ഫുഡാണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ചിക്കനൊക്കെ കഴിച്ചിട്ട് നമുക്കിത് നമ്മളുടെ ഗോൾഡൻ ടെമ്പിളിലോട്ട് വരാൻ പാടില്ല. അപ്പോൾ ചിക്കനൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഗോൾഡൻ ടെമ്പിളിലോട്ട് കയറാൻ. അതുകൂടാതെ കുളിക്കണം എന്നല്ല, ഒരു ദിവസം കഴിയണം, അതിലോട്ട് കയറാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നല്ല അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നമ്മളുടെ ഭക്ഷണശാലയുടെ പാത്രങ്ങൾ തന്നെ കഴുകി വെച്ചിരിക്കുന്ന ആ ഒരു ഏരിയ പോർഷനൊക്കെ കാണാൻ നല്ല ഇതാണ്. ഭയങ്കര വലിയ ബിൽഡിങ്ങിലാണ് കേട്ടോ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഭയങ്കര വലിയൊരു ബിൽഡിങ്ങിലാണ്. ഭയങ്കര സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി സിസ്റ്റമൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. അതുകൂടാതെ നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോഴൊക്കെ തിരക്ക് നോക്കി ഇപ്പോൾ ഒരു 1 മണി എടുക്കാറായി. എന്നിട്ട് പോലും ഭയങ്കര ക്രൗഡഡ് ആണ്. നമ്മൾ ഈ ഗോൾഡൻ ടെമ്പിൾ കഴിഞ്ഞതിന് ശേഷം നമ്മളിനി പോകാൻ പോകുന്നത് നമ്മുടെ ഹോട്ടലിൽ പോയി റെസ്റ്റ് എടുത്ത് പിന്നെ നാളെയാണ് നമ്മളുടെ ഇനിയുള്ള യാത്ര. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബായ്.